ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സന്ദീപ് റോൾസോൺ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ജഡായു പാറയിലേക്കുള്ള എൻട്രൻസിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ജഡായു എർത്ത് സെന്റർ എന്ന ബോർഡൊക്കെ കാണാം. ഇവിടുന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറേണ്ടത്. ഈ ഭാഗത്തു നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള ടിക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കേബിൾ കാർ വഴിയും പിന്നെ ഒന്ന് പെഡസ്ട്രിയലായിട്ട് നടന്നു കയറാനുള്ള വാക്ക് വേ ആയിട്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് നടന്ന് പോകാനുള്ള ടിക്കറ്റാണ് കേട്ടോ. 325 രൂപയാണ് നടന്നു പോകുന്നതിനുള്ള ടിക്കറ്റിന്. കേബിൾ കാറിന് 600 രൂപയും. സെക്യൂരിറ്റി ചെക്കിലേക്ക് നമ്മൾ എത്തി. ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ നേരെ എൻട്രിയിലേക്ക്, പാറയ്ക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് വാക്ക് വേയുടെ. അവിടെ എത്തിയിരിക്കുക. നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കയറി തുടങ്ങാം. ജഡായു സ്റ്റാച്ചു നിൽക്കുന്ന സ്ഥലം ഏകദേശം 826 സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് കാണാൻ കേട്ടോ. അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 അടി മുകളിലാണ് ജഡായു ശില്പം നിലനിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജഡായു പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ജഡായു എർത്ത് സെന്റർ അഥവാ ജഡായു നേച്ചർ പാർക്ക്. 64 ഏക്കറാണ് പാർക്കിന്റെ ആകെ വിസ്തീർണം. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കുടിവെള്ളം അവൈലബിൾ ആണ് കേട്ടോ, ഫ്രീ ആണ്. അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കാനുള്ള കസേരകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. നടന്നു കയറുന്നവർക്ക് കുറച്ചു നേരം വിശ്രമിക്കാനൊക്കെ സാധിക്കും. സിനിമാ സംവിധായകൻ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കുന്ന വിനോദസഞ്ചാര പദ്ധതിയാണ് ഇത്. ഇവിടെയുള്ള രാമായണത്തിലെ ജഡായുവിന്റെ ഈ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ്. രാമായണത്തിലെ ജഡായു രാവണ യുദ്ധം ജഡായു പാറയിൽ വെച്ചാണ് നടന്നതെന്നാണ് വിശ്വാസം. രാവണന്റെ വെട്ടേറ്റ് നിലത്തു വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ശില്പത്തിന് 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവും ആണ് ഉള്ളത്. ഈ നടപ്പാത മുഴുവൻ കയറ്റം മാത്രമല്ല കേട്ടോ, അത് കുറച്ചു ദൂരം ഇറക്കമൊക്കെ ഉണ്ട്. ഇപ്പൊ കണ്ടോ, പടി ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കാണ് ഇനി അടുത്ത കയറ്റം വരുന്നത്. പിന്നെ കയറ്റവും ഇറക്കമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ നടപ്പാതയിലൂടെ നീങ്ങുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് കുരങ്ങുകളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പാമ്പും അതും ഇതൊക്കെ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും കണ്ടിട്ടില്ല. കുരങ്ങിനെയൊക്കെ കണ്ടായിരുന്നു. ഭാരത ഇതിഹാസമായ രാമായണവുമായിട്ട് ബന്ധപ്പെട്ടാണ്
ജടായുപ്പാറയുടെ ഐതിഹ്യം നിലനിൽക്കുന്നത്. രാമായണത്തില് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ജടായു എന്ന പക്ഷി രാവണനെ തടയുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ ശക്തനായ രാവണൻ ജടായുവിനെ ചിറകരിഞ്ഞു വീഴ്ത്തുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ചിറകരിയപ്പെട്ട ജടായു നിലത്ത് വീണ പാറയാണ് പിന്നീട് ജടായു പാറ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. പോകുന്ന വഴിക്ക് 1-2 ചെറിയ ടണലുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അതിൻ്റെ തൊടിയൊക്കെ പോകാം. കാണുന്ന കേബിൾ കാറിലൂടെ നമുക്ക് മുകളിലേക്ക് എത്താം കേട്ടോ. അങ്ങനെ നമ്മൾ ജടായു പാറയുടെ മുകളിലെത്തി. ജടായു ശില്പം ആണ് ഈ കാണുന്നത്. നല്ല വലിപ്പമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് ഈ കാണുന്നത്. ജടായുവിന് ജടായുപ്പാറയിൽ വെച്ച് മോക്ഷം നൽകുന്ന സമയത്ത് ശ്രീരാമന്റെ കാൽപാദം പതിഞ്ഞു എന്ന് പറയപ്പെടുന്ന പാറയാണ് ഈ കാണുന്നത്. കാണുന്നത് ജടായു കോദണ്ഡ രാമക്ഷേത്രമാണ്. ഇവിടെ ശ്രീരാമനാണ് പ്രതിഷ്ഠ. വില്ല് ധരിച്ച രൂപത്തിലുള്ള ശ്രീരാമന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്.